നിങ്ങൾ പല സ്ഥലത്തായിട്ട് ഈ വെക്റ്റർ ആർട്ടുകൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വെക്റ്റർ ആർട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ വെക്റ്റർ ആർട്ടുകളെ കുറിച്ചാണ്. ഈ ലൈൻസ്, പോയിന്റ്, കർവുകൾ ഇതൊക്കെ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജുകളെയാണ് വെക്റ്റർ ആർട്ടുകൾ എന്ന് പറയുന്നത്. ഇത് പിക്സലുകൾ ഉപയോഗിച്ചല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, മറിച്ച് മാത്തമാറ്റിക്കൽ ഷേപ്പുകളാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എത്ര സൂം ചെയ്യുകയാണെങ്കിലും ഇതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഇതിനെ സ്കെയിലബിൾ ഗ്രാഫിക്സ് എന്നും പറയാറുണ്ട്. വെക്റ്റർ ആർട്ടുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഫയൽ സൈസ് ചെറുതും അതുപോലെ തന്നെ നമുക്ക് റീ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇത് കളേഴ്സ്, ഷേപ്പ്, സ്ട്രോക്ക് ഇതിലൊക്കെ നമുക്ക് മാറ്റം വരുത്താനും പറ്റും. ഈ ലോഗോയൊക്കെ വെക്റ്റർ ആർട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ ഏത് സൈസിൽ വേണമെങ്കിലും എവിടെയും നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു വിസിറ്റിംഗ് കാർഡിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതും അതേ ഫയലിനെ തന്നെ നിങ്ങൾക്ക് റീസൈസ് ചെയ്തിട്ട് വലിയ ബിൽ ബോർഡിലേക്ക് ആഡ് ചെയ്യാനും സാധിക്കും. ഈ ഐക്കൺസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ മൊബൈൽ ആപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ UI ഡിസൈനിലുള്ള ഐക്കൺസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് ഈ വെക്റ്റർ ആർട്ടിലാണ് കൂടുതലും ചെയ്യാറ്. അതുപോലെ തന്നെ ഇല്ലുസ്ട്രേഷൻസ്, നമ്മൾ ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ വെക്റ്റർ ആർട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ പ്രിന്റഡ് ഡിസൈൻ, നമ്മുടെ ടീഷർട്ട്, പാക്കിങ്, സ്റ്റിക്കേഴ്സ്, ലേബല് ഇതിലൊക്കെ വെക്റ്റർ ആർട്ടിങ് യൂസ് ചെയ്യാറുണ്ട്. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വെക്റ്റർ ആർട്ടിനെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.